നമസ്കാരം. ധാരാളം പണവും സ്വത്തുക്കളുമൊക്കെ ഉണ്ടെങ്കിലും തങ്ങൾ സ്വന്തമായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നാട്ടുകാർക്ക് മുന്നിൽ കാണിക്കാൻ അഭിനയിക്കുന്ന ജനപ്രതിനിധികളെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാകും. ആഡംബരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവയൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരുന്നു അത്തരക്കാരുടെ പതിവ്. അത്തരത്തിൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ലളിത ജീവിതം പുറത്ത് നയിക്കുന്ന നേതാക്കളുടെ കാലം അവസാനിക്കുകയാണെന്ന സൂചനകളാണ് തെന്നിന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ നൽകുന്നത്. ഇതിന് ഏറ്റവും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ പ്രവേശനമാണ്. വിജയുടെ ആസ്തി വിവരങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. 624 കോടി രൂപയുടെ പ്രഖ്യാപിത ആസ്തിയും 13 കോടിയിലധികം രൂപ വിലമതിക്കുന്ന ആഡംബര കാറുകളും ബാങ്ക് അക്കൗണ്ടുകളിൽ കോടിക്കണക്കിന് രൂപയും ഉണ്ടെന്നാണ് വിജയ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിലും നേതൃമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. സിദ്ധരാമയ്യയുടെ രാജിക്ക് ശേഷം കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുന്നത് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന DK ശിവകുമാറാണ്. എന്നാൽ DKയും താൻ ഒരു ലളിത ജീവിതം നയിക്കുന്ന രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ആഡംബര വാച്ചുകളും ഡിസൈനർ സ്കാർഫുകളും അദ്ദേഹം ധരിക്കാറുണ്ട്. വില കൂടിയ ബ്രാൻഡുകളോടുള്ള തന്റെ താല്പര്യം മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അദ്ദേഹം ഒളിച്ചു വെക്കാറില്ല. തന്റെ റോളക്സ്, കാർട്ടിയർ വാച്ചുകളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ എനിക്കിഷ്ടമുള്ള വാച്ച് ധരിക്കാൻ എനിക്ക് അവകാശമില്ലേ എന്നായിരുന്നു അദ്ദേഹം ഒരിക്കൽ ചോദിച്ചത്. ഗുച്ചി, ലൂയി വിറ്റൺ, ഫെരഗാമോ തുടങ്ങിയ ആഗോള ബ്രാൻഡുകളുടെ സ്കാർഫുകളും കോടികൾ വിലമതിക്കുന്ന റോളക്സ്, ഡെയ്റ്റോണ, കാർട്ടിയർ വാച്ചുകളും ധരിച്ചാണ് DK പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ളത്. രാഷ്ട്രീയ എതിരാളികൾ ഈ ജീവിതശൈലിയുടെ പേരിൽ പലതവണ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ DK ഇതിലൊന്നും ഒട്ടും കുലുങ്ങിയിട്ടില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി അദ്ദേഹത്തിനുണ്ട് താനും. 2023 തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് 1413.80 കോടി രൂപയുടെ ആസ്തി തനിക്കുണ്ടെന്നാണ് DK ശിവകുമാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 1240 കോടി രൂപയുടെ സ്ഥാവര ആസ്തികളും 247 കോടി രൂപയുടെ ജംഗമ ആസ്തികളും ഉൾപ്പെടുന്നു. 265 കോടിയിലധികം കടബാധ്യതയുണ്ടെങ്കിലും രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ്, ക്വാറി, വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. കർണാടകയിലുടനീളം എഞ്ചിനീയറിംഗ്, ഫാർമസി കോളേജുകളും പബ്ലിക് സ്കൂളുകളും DKയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ടൗൺഷിപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബിദാദിയിലെ 9000 ഏക്കറിലെ ഗ്രേറ്റർ ബംഗളൂരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പ് പദ്ധതിക്ക് പിന്നിലും DKയാണ്. എന്നാൽ DK ശിവകുമാർ ആഡംബരങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുമ്പോൾ വിജയുടെ സമ്പത്തിന്റെ കഥ തികച്ചും വ്യത്യസ്തമാണ്. 624 കോടി രൂപയുടെ ആകെ ആസ്തിയുണ്ടെന്ന് വെളിപ്പെടുത്തിയ വിജയ് അതിൽ പകുതിയിലധികം തുകയും സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലാണ് എന്നതാണ് ഏറ്റവും കൗതുകകരം. 313 കോടിയിലധികം രൂപയാണ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളായി അദ്ദേഹം ഇത്തരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. വിപണിയിലെ വൻ ലാഭം ലക്ഷ്യമിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ ഓഹരി വിപണിയിലോ ഭാഗ്യം പരീക്ഷിക്കാൻ വിജയ് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആകെ ആസ്തിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓഹരി വിപണിയിലെ നിക്ഷേപം വെറും 0.04% താഴെ മാത്രമാണ്. അതിനൊക്കെ പകരം ഒരൊറ്റ സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം 213 കോടി രൂപയാണ് താരം നിക്ഷേപിച്ചിരിക്കുന്നത്. പണം സുരക്ഷിതമായിരിക്കണമെന്ന ചിന്ത മാത്രമാണ് ഈ നിക്ഷേപ ശൈലിക്ക് പിന്നിലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ബാങ്ക് നിക്ഷേപങ്ങൾ കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും താല്പര്യം ഭൂമിയിലാണ്. തമിഴ്നാട്ടിലുടനീളമായി ഏകദേശം 220 കോടി രൂപ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് ശേഖരം അദ്ദേഹത്തിനുണ്ട്. ചെന്നൈയിലെ പ്രമുഖ കേന്ദ്രങ്ങളായ നീലങ്കരൈ, സാലിഗ്രാമം, മൈലാപ്പൂർ, ഷോളിംഗനല്ലൂർ എന്നിവിടങ്ങളിലെ പ്രോപ്പർട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നു. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കാർ ശേഖരമാണ്. 13.5 കോടി രൂപ വിലമതിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാഹന ശേഖരം. BMW i7, ലെക്സസ് 350, ടൊയോട്ട വെൽഫെയർ കൂടാതെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ടാറ്റ കാരവൻ എന്നിവ ഉൾപ്പെടുന്ന 13.5 കോടി രൂപയുടെ വാഹന ശേഖരമാണ് അദ്ദേഹത്തിനുള്ളത്. പഴയകാല രാഷ്ട്രീയക്കാർ എപ്പോഴും തങ്ങൾ സാധാരണക്കാരോ ലളിത ജീവിതം നയിക്കുന്നവരോ ആണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പുതിയ കാലത്തെ ശക്തരായ രാഷ്ട്രീയക്കാർക്ക് അത്തരം അഭിനയങ്ങളുടെ ആവശ്യമില്ലെന്ന് ഈ രണ്ട് വ്യക്തികളുടെയും ജീവിതം വ്യക്തമാക്കുന്നു.